ഓം മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ആത്മഭാവങ്ങളെ, ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ശ്രദ്ധയാണ് ശക്തി. അശ്രദ്ധയാഹുതം ദത്തം തപസ്തപ്തം കൃതം ചയത് അസദിത്യുച്യതേ പാർത്ഥ നച തത്പ്രേത്യനോ ഇഹ. ശ്രദ്ധയില്ലാതെ ചെയ്യുന്ന യജ്ഞവും ദാനവും തപസ്സും മാത്രമല്ല, എന്തു ചെയ്യുന്നുവോ അതൊക്കെയും അസത്താണെന്നാണ് പറയപ്പെടുന്നത്. ഇത് ഇഹത്തിലും പരത്തിലും പ്രയോജനപ്പെടുകയില്ല. ഏത് ജോലി ചെയ്യുന്നവർക്കും അവശ്യം വേണ്ട ഗുണവിശേഷമാണ് ശ്രദ്ധ. ശ്രദ്ധയോടെയല്ലാതെ ചെയ്യുന്ന ഏത് ജോലിയും പരാജയത്തിലാവും അനുഷ്ഠിക്കുക. സദാചാര നിയമങ്ങളെക്കുറിച്ച് വിവിധ ദേശക്കാരുടെ ഇടയിലും മതസ്ഥരുടെ ഇടയിലും അഭിപ്രായ ഭേദങ്ങൾ കാണാം. ഇവിടെ അസത്ത് എന്നൊരു പദം ഗീതയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരാചാരത്തെ അല്ലെങ്കിൽ കർമ്മത്തെ സത്തോ അസത്തോ ആക്കി തീർക്കുന്ന ഘടകം അതിന്റെ ബാഹ്യരൂപമല്ല. ഏതു തരം ശ്രദ്ധയോടെ അല്ലെങ്കിൽ മാനസിക വ്യാപാരത്തോടുകൂടി അത് ആചരിക്കപ്പെടുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഭേദം കൽപ്പിക്കുന്നത്. അർജുനൻ ചെയ്യേണ്ട യുദ്ധം ബാഹ്യരൂപത്തിൽ ഭയാനകമാണ്. എന്നാൽ സ്വധർമ്മം എന്ന നിലയിൽ അത് അനുഷ്ഠിക്കുകയാണെങ്കിൽ അതിൽ കൂടി ചിത്തശുദ്ധി നേടി അർജുനന് സത്യത്തെ സമീപിക്കാം. അതല്ല, ഫലകാമിനിയോടുകൂടി അഹംഭാവപൂർവം അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് അനാചാരമായി മാറും, അല്ലെങ്കിൽ അസത്തായി മാറും. അശ്രദ്ധയോടെ അല്ലെങ്കിൽ പ്രതിഫലേച്ഛയോടെ പ്രതീക്ഷയോടെ ചെയ്യുന്ന കർമ്മങ്ങൾ അനാചാരമാണ്. നമ്മൾ ചെയ്യുന്ന ജോലി ഏതുമായിക്കൊള്ളട്ടെ, ആ കർമ്മം പ്രതിഫലേച്ഛയില്ലാതെ ഈശ്വരാർപ്പിതമായി ചെയ്യുക. സ്നേഹപൂർവ്വം, രഞ്ജൻ, കയനാടത്ത്.